Good afternoon. Today we are going to continue with the ability to pay principle. So we have discussed about the ability to pay principle in the previous class. So today we are continuing with that. So we have already said that there are two approaches, that is a subjective approach as well as the objective approach to the ability to pay principle. So first of all we are going to discuss about the subjective approach to ability to pay theory. എബിലിറ്റി ടു പേ തിയറിയുടെ സബ്ജക്റ്റീവ് അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റീവ് അപ്രോച്ച് വി ആർ എസ്റ്റിമേറ്റിംഗ് ദ ബേർഡൻ വിച്ച് ഈസ് ഫെൽറ്റ് ബൈ ദ ടാക്സ് പെയർ ഓർ ദ സാക്രിഫൈസ് വിച്ച് ഈസ് അണ്ടർഗോൺ ബൈ ദ ടാക്സ് പെയർ. അപ്പോൾ ഇതിൽ നമ്മൾ സബ്ജക്റ്റീവ് അപ്രോച്ചിൽ പ്രധാനമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് വി ആർ എസ്റ്റിമേറ്റിംഗ് ദ ബേർഡൻ വിച്ച് ഈസ് ഫെൽറ്റ് ബൈ ദ ടാക്സ് പെയർ. ടാക്സ് പെയർക്കുണ്ടാകുന്ന ബേർഡൻ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ടാക്സിൻ്റെ ഭാരം അഥവാ അദ്ദേഹം ചെയ്യുന്ന സാക്രിഫൈസ് അതിനെയാണ് നമ്മളിതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റീവ് അപ്രോച്ച് വി ആർ എസ്റ്റിമേറ്റിംഗ് ദ ടാക്സ് ബേർഡൻ or the sacrifice which is felt by the taxpayer while paying the tax. So according to this principle, each taxpayer should make equal sacrifice if the tax burden is to be justly distributed. അപ്പോൾ ടാക്സിൻ്റെ ഭാരം അല്ലെങ്കിൽ ടാക്സ് ബേർഡൻ ഒരേപോലെ അല്ലെങ്കിൽ നീതിപൂർവ്വം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ടാക്സ് പെയർക്കും എന്താണ് ദേ ഷുഡ് മേക്ക് ഈക്വൽ സാക്രിഫൈസ്. ഓരോ ടാക്സ് പെയറും ഈക്വൽ സാക്രിഫൈസ് ചെയ്താലേ അല്ലെങ്കിൽ എല്ലാവരുടെയും സാക്രിഫൈസ് തുല്യമായാലേ നമ്മളുടെ ടാക്സ് ബേർഡൻ നമുക്ക് തുല്യമായി വീതിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ടാക്സിൻ്റെ ബേർഡൻ ഈക്വൽ ആകണമെങ്കിൽ എന്ത് ഈക്വൽ ആവണമെന്നാണ് പറയുന്നത്? അവരുടെ ഈക്വൽ സാക്രിഫൈസ് ഉണ്ടായാലേ അവരുടെ ടാക്സ് ബേർഡൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ജസ്റ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ നീതിപൂർവമാണ് ടാക്സ് ബേർഡൻ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ഈ സബ്ജക്റ്റീവ് അപ്രോച്ചിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈക്വൽ സാക്രിഫൈസ് നമ്മൾക്ക് കുറച്ചും കൂടെ വിശദമായി നമുക്ക് പറയാം. സോ ദിസ് ഈക്വൽ സാക്രിഫൈസ് ആസ് എ മെഷർ ഓഫ് just distribution of tax burden was introduced by or stated by J.S. Mill. So J.S. Mill was the economist who have introduced the equal sacrifice as a measure of just distribution of tax burden. അപ്പോൾ ടാക്സ് ബേർഡൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ നീതിപൂർവമായ വിതരണത്തെ കാണിക്കാൻ വേണ്ടി, അത് സൂചിപ്പിക്കാൻ വേണ്ടി ഈക്വൽ സാക്രിഫൈസ് എന്ന് പറയുന്ന മെഷർ കൊണ്ടുവന്നത് J.S. Mill എന്ന് പറയുന്ന എക്കോണമിസ്റ്റാണ്. He was the person who have introduced or stated the equal sacrifice as a measure of just distribution of tax burden. ടാക്സ് ബേർഡൻ്റെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നീതിപൂർവമായ ഡിസ്ട്രിബ്യൂഷനെ മെഷർ ചെയ്യാൻ വേണ്ടി, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഈക്വൽ സാക്രിഫൈസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് J.S. Mill ആണ്. So he has given great stress or great emphasis on the maxim of politics. അദ്ദേഹം പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മാക്സിം അല്ലെങ്കിൽ പ്രിൻസിപ്പിളിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതായത് അദ്ദേഹത്തിൻ്റെ മാക്സിം ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി അണ്ടർ ദ ലോ ആസ് വെൽ ആസ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാക്സിം ഓഫ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രമീമാംസയുമായി ബന്ധപ്പെട്ട തത്വം എന്ന് പറഞ്ഞാൽ ഓൾ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി അണ്ടർ ദ ലോ. അപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരെയും എങ്ങനെ കരുതണമെന്നാണ് പറയുന്നത്? ഈക്വലായിട്ട് കരുതണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ദേ ഷുഡ് ബി ട്രീറ്റഡ് ഇൻ ഓൾ അഫയേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നാണ് J.S. Millൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി അണ്ടർ ലോ ആസ് വെൽ ആസ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലും നടപടിക്രമങ്ങളിലും നിയമത്തിൻ്റെ മുന്നിലും എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്? J.S. Mill പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ മാക്സിം ഓഫ് പൊളിറ്റിക്സ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രമീമാംസയുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് തന്നെ എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ അണ്ടർ ദ ലോ എന്നാണ്. സോ ദാറ്റ് പ്രിൻസിപ്പിൾ ഓർ ദിസ് മാക്സിം ഓഫ് പൊളിറ്റിക്സ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ടാക്സേഷൻ ഓൾസോ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എല്ലാവരെയും തുല്യതയെ കാണണം എന്നുള്ള പ്രിൻസിപ്പിൾ അത് ടാക്സേഷൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നടപ്പാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ദിസ് പ്രിൻസിപ്പിൾ ഷുഡ് ഓൾസോ ബി അപ്ലൈഡ് ഇൻ ടാക്സേഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഇതിലും കൊണ്ടുവരണം എന്ന് പറയുന്നത് ടാക്സേഷനിലും ഈ ഒരേ പ്രിൻസിപ്പിൾ തന്നെ കൊണ്ടുവരണമെന്ന് പറയുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു മിൽ, ഇക്വാളിറ്റി ഇൻ ടാക്സേഷൻ മീൻസ് ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ്.
ഇപ്പോൾ ടാക്സേഷനിൽ ഇക്വാളിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ് ഓൾസോ. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ അക്കോർഡിംഗ് ടു JS Mill. So for equality in taxation means equality in sacrifice. ഇപ്പോൾ ടാക്സേഷനിൽ ഇക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ സാക്രിഫൈസിലും, അതായത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സാക്രിഫൈസിലും ഇക്വാളിറ്റി ഉണ്ടാവണം എന്നാണ് JS Millൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. എല്ലാവർക്കും ഈക്വൽ സാക്രിഫൈസ് ഉണ്ടായാലേ ഈക്വാലിറ്റി ഇൻ ടാക്സേഷനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതായത് ദീസ് ടാക്സ് പേയേഴ്സ് ആർ ട്രീറ്റഡ് ഈക്വലി ഇഫ് ദർ ടാക്സ് പേയ്മെൻറ്റ്സ് ഇൻവോൾവ്സ് അൻ ഈക്വൽ സാക്രിഫൈസ്. അപ്പോൾ എല്ലാവരുടെയും ടാക്സ് പേയ്മെൻറ്റ്സിന് ഒരു ഈക്വൽ സാക്രിഫൈസ് ഉണ്ടെങ്കിലേ നമുക്ക് ടാക്സ് പേയേഴ്സിനെ ഈക്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ദേ ആർ ട്രീറ്റഡ് ഈക്വലി, ടാക്സ് പേയേഴ്സ് ആർ ട്രീറ്റഡ് ഈക്വലി ഇഫ് ദെയർ ടാക്സ് പേയ്മെൻറ്റ്സ് ആർ ഇൻവോൾവിങ് അൻ ഈക്വൽ സാക്രിഫൈസ്. എല്ലാവരുടെയും ടാക്സ് പേയ്മെൻറ്റിന് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഒരു സാക്രിഫൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സ് പേയേഴ്സിനെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. So for equality in real burden of taxation, similarly situated person should be treated equally. അതായത് ടാക്സേഷൻ്റെ റിയൽ ബേർഡൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ, ടാക്സേഷനുമായി ബന്ധപ്പെട്ട ഒരു റിയൽ ബേർഡൻ നമുക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ പേഴ്സൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. അതായത് ഒരേപോലെയുള്ള ആൾക്കാരെ ഒരേപോലെ നമ്മൾ വേണം ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് റിച്ച് പേഴ്സൺസ് ഉണ്ടാവാം, അതുപോലെ പുവർ പേഴ്സൺസ് ഉണ്ടാവാം. സം പീപ്പിൾ മേ ബി റിച്ച് ആൻഡ് സം അതേഴ്സ് മേ ബി പുവർ. സോ വി ഹാവ് ടു ട്രീറ്റ് എവറി പേഴ്സൺസ് we cannot treat every persons equally. എല്ലാവരെയും നമുക്ക് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ട്രീറ്റ് ഈക്വൽ പേഴ്സൺസ് ഈക്വലി. ഒരേപോലെ ഉള്ള ആൾക്കാരെ നമുക്ക് ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. റിച്ചിനെയും പൂറിനെയും ഒരേപോലെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. എന്താണ്, പൂറിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ആരെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, റിച്ചിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്വാളിറ്റി ഇൻ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ് ആണ്. എല്ലാവരുടെയും സാക്രിഫൈസ് ഈക്വൽ ആയാണ്. അതായത് പൂറിൻ്റെ സാക്രിഫൈസ് ആവരുത് റിച്ചിൻ്റെ സാക്രിഫൈസ്. റിച്ചിന് കൂടുതൽ സാക്രിഫൈസ് ചെയ്യാൻ പറ്റും, അതേസമയം പൂറിന് അത്രയും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, റിച്ചിനെയും പൂറിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള മീൻ ചെയ്യുന്നത് എന്താണ്, ഈക്വൽ പേഴ്സൺസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. ഒരേപോലെയുള്ള ആൾക്കാരെ നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഈക്വൽ പേഴ്സൺസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതാണ് ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലാതെ ഈ റിച്ചിനെയും പൂറിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നല്ല. ഈക്വൽ പേഴ്സൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. ഒരേപോലെയുള്ള ആൾക്കാരെ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ പ്രധാനമായിട്ട് പറയുന്നത്. സോ പീപ്പിൾ വിത്ത് ഈക്വൽ ഇൻകം ഷുഡ് പേ ഈക്വൽ ടാക്സസ്. ദാറ്റ് മീൻസ് ഒരേ ഇൻകം കിട്ടുന്ന ആൾക്കാർ ഒരേ ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ഇൻകം ഷുഡ് പേ ഡിഫറെൻറ്റ് ടാക്സസ്. വ്യത്യസ്തങ്ങളായ വരുമാനം കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? വ്യത്യസ്തങ്ങളായ ടാക്സും വേണം കൊടുക്കേണ്ടത്. അതായത് അപ്പം എന്താണ്, ഈക്വൽ പേഴ്സൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി എന്ന് പറഞ്ഞാൽ ഹയർ ഇൻകം പേഴ്സൺ ഷുഡ് പേ ഹയർ ടാക്സസ് ആൻഡ് ലോവർ ഇൻകം പേഴ്സൺ ഷുഡ് പേ ലോവർ ടാക്സസ്. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഹു ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഇൻകംസ് ഷുഡ് പേ ഡിഫറെൻറ്റ് ടാക്സസ്. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത്. അപ്പം ഇനി ഹൗ ഹോൾ ദീസ് എമൗണ്ട്സ് ഡിഫർ. ഈ എമൗണ്ട്സ് അല്ലെങ്കിൽ ഓരോരുത്തരും കൊടുക്കുന്ന എമൗണ്ട് എങ്ങനെ വ്യത്യസ്തപ്പെടണം എന്നുള്ളതാണ് നമുക്കിനി പറയേണ്ടത്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ഇൻകം കിട്ടുന്ന ആൾക്കാർ വ്യത്യസ്തങ്ങളായ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ വ്യത്യസ്തങ്ങളായ ടാക്സിന് നമ്മൾ എങ്ങനെ തീരുമാനിക്കപ്പെടും, എങ്ങനെ ഈ എമൗണ്ട് വ്യത്യാസപ്പെടും എന്നുള്ളതാണ് നമുക്കിനി ആൻസർ ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കും ഈ എമൗണ്ട് വ്യത്യാസപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഫോർ ആൻസറിങ് ദിസ് ക്വസ്റ്റ്യൻ ദർ ആർ മെയിൻലി 3 അപ്രോച്ചസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 3 അപ്രോച്ചസ് ഉണ്ട്. അപ്പം ഹൗ ഹോൾഡ് ദീസ് എമൗണ്ട്സ് ഡിഫർ, ഈ എമൗണ്ട്സ് എത്രത്തോളം വ്യത്യാസപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമുക്ക് 3 അപ്രോച്ചസ് ഉണ്ട്. ദർ ആർ മെയിൻലി 3 അപ്രോച്ചസ് ഫോർ ഡിസ്കസിങ് ഹൗ മച്ച് ദീസ് എമൗണ്ട്സ് ഡിഫർ. ഫസ്റ്റ് ഈസ് ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ്, സെക്കൻഡ് ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് സാക്രിഫൈസ്, തേർഡ് അപ്രോച്ച് ഈസ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ്. അങ്ങനെ 3 തരത്തിലുള്ള അപ്രോച്ചസാണ് നമ്മൾ പറയുന്നത്. ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് എന്നുള്ളതും ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് സാക്രിഫൈസ് എന്നുള്ളതും ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് എന്നുള്ള 3 പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ പറയുന്നത്. എത്രത്തോളം ഈ എമൗണ്ട്സ് വ്യത്യാസപ്പെടാം, ഓരോരുത്തരും കൊടുക്കേണ്ട ടാക്സ് എത്രത്തോളം എങ്ങനെ വ്യത്യാസപ്പെടാം എന്നുള്ളതിന് ആൻസർ പറയുന്നതിന് വേണ്ടിയാണ് വി ആർ യൂസിങ് ദീസ് 3 അപ്രോച്ചസ്. ഫസ്റ്റ് ഈസ് ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ്, സെക്കൻഡ് ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് സാക്രിഫൈസ്, തേർഡ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ്. So these are suggested to determine the burden of taxation.
അപ്പോൾ ടാക്സേഷൻ്റെ ബേർഡൻ എത്രത്തോളം ഉണ്ടാവണം, ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ടാകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 3 പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് എന്ന പ്രിൻസിപ്പിളും, ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് സാക്രിഫൈസ് എന്ന പ്രിൻസിപ്പിളും, ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് എന്ന പ്രിൻസിപ്പിളും. അങ്ങനെ 3 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടുമാണ് വി ആർ ഡിറ്റർമിനിങ് ദ ബേർഡൻ ഓഫ് ടാക്സേഷൻ്റെ ബേർഡൻ തീരുമാനിക്കുന്നത് ഇതനുസരിച്ചാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് എന്ന് പറയുന്നത്, ദിസ് മീൻസ് ദാറ്റ് the loss of utility in parting with income on account of tax should be equal to all taxpayers. Loss of utility in parting with income, അതായത് നമ്മൾ കയ്യിൽ നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻകം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വിട്ടുകൊടുക്കുകയാണ്, അല്ലേ? വി ആർ പാർട്ടിങ് എ പാർട്ട് ഓഫ് അവർ ഇൻകം. നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ വി ആർ ലൂസിങ് സം യൂട്ടിലിറ്റി. നമ്മുടെ കുറച്ച് യൂട്ടിലിറ്റി നമ്മുടെ കയ്യിലുള്ള ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി നഷ്ടപ്പെടുകയാണ്. സോ വെൻ വി ആർ പാർട്ടിങ് വിത്ത് ഇൻകം ഓർ വെൻ വി ആർ സ്പെൻഡിങ് ഇൻകം ഫോർ പേയിങ് ടാക്സസ്, വി ആർ ലൂസിങ് സം യൂട്ടിലിറ്റി, അല്ലേ? അപ്പം നമ്മുടെ ഇൻകം നമ്മൾ ടാക്സിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ കുറച്ച് യൂട്ടിലിറ്റി കുറയുകയാണ്. അപ്പോൾ ഈ ടാക്സ് പേയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഓൾ ടാക്സ് പേയേഴ്സ്. അപ്പോൾ എല്ലാ ടാക്സ് പേയേഴ്സിനും ടാക്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന യൂട്ടിലിറ്റിയിലുണ്ടാകുന്ന കുറവ് ഒരേപോലെ ആയിരിക്കണം. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സണും അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ഒരു പേഴ്സണും ഇവർക്ക് 2 പേർക്കും അവരുടെ ഇൻകത്തിൽ നിന്നുള്ള ടാക്സ് കൊടുക്കുമ്പോൾ അവരുടെ യൂട്ടിലിറ്റി കുറയും. ആ യൂട്ടിലിറ്റി കുറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. So loss of utility in parting with income because of payment of taxation should be equal to all taxpayers. അതായത് എല്ലാവർക്കും ഈ ടാക്സ് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന യൂട്ടിലിറ്റിയിലുണ്ടാകുന്ന കുറവ് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് പേഴ്സൺസ് ഹു ആർ ഗെറ്റിംഗ് ഹയർ ഇൻകംസ് ഷുഡ് പേ മോർ ദാൻ ദോസ് പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് ലോവർ ഇൻകം, അല്ലേ? കൂടുതൽ ടാക്സ് ആര് കൊടുക്കണം? കൂടുതൽ ഇൻകം കിട്ടുന്നവർ കൂടുതൽ ടാക്സ് കൊടുക്കണം, ആരേക്കാൾ കുറഞ്ഞ ടാക്സ് വരുമാനം കിട്ടുന്നവരേക്കാൾ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ദ സാക്രിഫൈസ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ദ സെയിം ബിക്കോസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ഹാസ് ബീൻ ഡിക്ലൈനിങ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെയും സാക്രിഫൈസ് ഈക്വൽ ആയിരിക്കും. കാരണം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം നമുക്കറിയാം, ഇൻകം കൂടുന്തോറും എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും, അല്ലേ? അതുകൊണ്ട് എന്താണ്, നമുക്ക് എന്ത് വേണം, നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയും ഉണ്ടാകുന്ന സാക്രിഫൈസ് ഈക്വൽ ആവണമെങ്കിൽ ഹയർ ഇൻകം പേഴ്സൺ ഷുഡ് പേ ഹയർ ലെവൽ ഓഫ് ടാക്സസ് ആൻഡ് ലോവർ ഇൻകം പേഴ്സൺ ഷുഡ് പേ ലോവർ റേറ്റ്സ് ഓഫ് ടാക്സസ്. അപ്പോൾ അതായത് എന്ന് പറഞ്ഞാൽ ദിസ് ഡസ് നോട്ട് മീൻ പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇത് ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ നമുക്ക് പറയാൻ പറ്റും. പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം കൂടുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് ബേസ് കൂടുമ്പോൾ ടാക്സ് റേറ്റ് കൂടുന്നതിന് നമ്മൾ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയും. ഇൻകം കൂടുമ്പോൾ ടാക്സ് കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് പ്രോഗ്രസീവ് ടാക്സേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ഒരു റിഗ്രസീവ് ടാക്സേഷൻ്റെ കാര്യത്തിലും, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം കൂടുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്ന അവസ്ഥയിലും എന്താണ്, ഈ ഈക്വൽ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ ടാക്സ് കുറയുന്നതിന് നമ്മൾ റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ റിഗ്രസീവ് ടാക്സേഷൻ പോലും റിഗ്രസീവ് ടാക്സേഷൻ്റെ കേസിലാണെങ്കിൽ പോലും, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഇൻകം കൂടുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്ന ഒരവസ്ഥയുണ്ടാവും. മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും എന്താണ്, ഈ റിഗ്രസീവ് ടാക്സേഷൻ ഉണ്ടെങ്കിൽ പോലും എന്താണ്, ഈ റിഗ്രസീവ് ടാക്സേഷൻ്റെ അവസ്ഥയിലും ഈ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ, ഈക്വൽ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് ടാക്സേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റിഗ്രസീവ് ടാക്സേഷൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ഈക്വൽ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ദ ലോസ് ഓഫ് യൂട്ടിലിറ്റി ഇൻ പാർട്ടിങ് വിത്ത് ഇൻകം ഫോർ ഓൾ പേഴ്സൺ ഷുഡ് ബി സെയിം, അല്ലേ? ഇൻകം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ആനുവൽ ഇൻകം 60,000 rupees ആയിരുന്നിരിക്കട്ടെ. ഹി ഹാവ് ടു പേ 6% ടാക്സസ്. അയാൾക്ക് ഒരു 6% ടാക്സ് കൊടുക്കണമെങ്കിൽ 3,600 രൂപയായിരിക്കും അയാളുടെ ടാക്സ് എന്ന് പറയുന്നത്. 60,000 രൂപ അയാൾ ആനുവൽ ഇൻകം, വാർഷിക വരുമാനം, അതിൽ 6% ടാക്സ് കൊടുക്കുമ്പോൾ അയാൾക്ക് 3,600 രൂപ അയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും.
ഇനി ആനുവൽ ഇൻകം 10,000 രൂപ കിട്ടുന്ന ആളാണെങ്കിലോ അയാളുടെ ടാക്സ് 7% ആണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ 700 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം ഹയർ ഇൻകം എന്ന് പറയുന്ന വ്യക്തി, ഹയർ ഇൻകം പേഴ്സൺ ഈസ് പേയിങ് ഹയർ ടാക്സ് ആൻഡ് ലോവർ ഇൻകം പേഴ്സൺ ഈസ് പേയിങ് ലോവർ ടാക്സ്. അപ്പോൾ ഹയർ ഇൻകം പേഴ്സൺ കൂടുതൽ ടാക്സും കൊടുക്കുന്നു, ലോവർ ഇൻകം പേഴ്സൺ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ടാക്സും കൊടുക്കുന്നു. അതായത് ഇതാണ് ഈക്വൽ സാക്രിഫൈസ് എന്നുകൊണ്ട് മീനിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും യൂട്ടിലിറ്റി സെയിം ആയിരിക്കും. അപ്പം അങ്ങനെ യൂട്ടിലിറ്റി ഈസ് ടേക്കൺ ആസ് സെയിം. ഇവിടെ യൂട്ടിലിറ്റി നമ്മൾ സെയിം ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, റിഗ്രസീവ് ടാക്സേഷൻ ആയിരിക്കും. റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ ടാക്സ് കുറയുന്ന അവസ്ഥയാണ് റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചില എക്കോണമിസ്റ്റുകൾ ഇതിനെ എന്താണ് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ടാക്സ് ലയബിലിറ്റി മസ്റ്റ് റൈസ് വിത്ത് ഇൻകം. ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സിൻ്റെ ലയബിലിറ്റി കൂടണം എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ആനുവൽ ഇൻകം 60,000 കിട്ടുന്നവന് 6% ടാക്സേഷനേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആനുവൽ ഇൻകം 10,000 കിട്ടുന്നവന് എത്ര ടാക്സ് ഉണ്ട്? 7% ടാക്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ ടാക്സിൻ്റെ റേറ്റ് കൂടുതലാണ് അല്ലേ, ആർക്ക്? പുവർ ഇൻകത്തിന് പേഴ്സണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹയർ ഇൻകം ആളിന് കൂടുതൽ ടാക്സ് കൊടുക്കുന്നുണ്ട്, ലോവർ ഇൻകത്തിനാൾ കുറഞ്ഞ ടാക്സേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം അല്ല. യൂട്ടിലിറ്റി സെയിം ആയിട്ടാണ് ഇതിനകത്ത് സങ്കല്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിഗ്രസീവ് ടാക്സേഷൻ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്, അതായത് ടാക്സ് ബേസ് കൂടുമ്പോൾ ടാക്സ് റേറ്റ് കുറവാണ് ഇവിടെ. അതായത് ആനുവൽ ഇൻകം 60,000 വാങ്ങിക്കുന്നവൻ 6% കൊടുക്കുന്നുള്ളൂ, അതേസമയം ആനുവൽ ഇൻകം 10,000 വാങ്ങിക്കുന്നവൻ 7% ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇക്കോണമിസ്റ്റുകൾ ഇതിനെ എന്താണ് സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പിളിനകത്ത് എന്ത് വേണം, ദർ ഷുഡ് ബി ടാക്സ് ലയബിലിറ്റി ഷുഡ് ഇൻക്രീസ് വിത്ത് ഇൻകം. ടാക്സ് ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ, ഇൻകം വർദ്ധിക്കുമ്പോൾ ടാക്സിനുള്ള ബാധ്യതയും വർദ്ധിക്കണം. അപ്പോൾ അതായത് 10,000 കിട്ടുന്നവൻ 7% ടാക്സും 60,000 കിട്ടുന്നവൻ 6% ടാക്സും കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിഗ്രസീവ് ടാക്സേഷൻ. റിഗ്രസീവ് ടാക്സേഷനാണ്. ടാക്സ് ബേസ് വർദ്ധിക്കുമ്പോൾ ആക്ച്വലി ടാക്സ് റേറ്റ് കുറയുകയാണ് ചെയ്തത്, കൂടുന്നില്ല. അതാണ് പറയുന്നത്. അതാണ് ഏത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രിൻസിപ്പിളായ എന്താണ് ഈക്വൽ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ലോസ് ഓഫ് യൂട്ടിലിറ്റി ആസ് എ റിസൾട്ട് ഓഫ് ടാക്സേഷൻ ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ടാക്സ് പെയർ. അപ്പോൾ ഇതിൽ പറയുന്ന ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ്, പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന വേർഡിൽ തന്നെ നമുക്ക് അത് പറയാം. അതായത് ഒരാൾക്കുണ്ടാകുന്ന യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് എപ്പോഴാണ്, വെൻ ദ പേഴ്സൺ ഈസ് പേയിങ് ടാക്സ് ഹി വിൽ ബി ലൂസിങ് സം യൂട്ടിലിറ്റി. ഒരു വ്യക്തിക്ക് ടാക്സ് കൊടുക്കുമ്പോൾ അയാളുടെ കുറച്ച് യൂട്ടിലിറ്റി കുറയുകയാണ്. അപ്പം വെൻ ആസ് എ റിസൾട്ട് ഓഫ് ടാക്സേഷൻ ദർ ഇസ് എ ലോസ് ഓഫ് യൂട്ടിലിറ്റി. ദാറ്റ് ലോസ് ഓഫ് യൂട്ടിലിറ്റി ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ടാക്സ് പെയർ. അയാൾക്കുണ്ടാകുന്ന യൂട്ടിലിറ്റിയിലുണ്ടാകുന്ന കുറവ് അയാളുടെ ഈ ടാക്സ് പെയറുടെ ടോട്ടൽ ഇൻകത്തിന് ആനുപാതികമായിരിക്കണം. അപ്പോൾ ലോസ് ഓഫ് യൂട്ടിലിറ്റി ആസ് എ റിസൾട്ട് ഓഫ് ടാക്സ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ടാക്സ് പെയർ. അത് യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി ടാക്സ് കൊടുക്കുമ്പോൾ അയാളുടെ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന കുറവുണ്ട്. ആ കുറവ് എന്ന് പറഞ്ഞാൽ എന്തിന് ആനുപാതികമായിരിക്കണം, ആ ടാക്സ് പെയറുടെ ടോട്ടൽ ഇൻകത്തിന്, മൊത്തം വരുമാനത്തിന് ആനുപാതികമായിരിക്കണമെന്നാണ് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് പറയുന്നത്. ലോസ് ഓഫ് യൂട്ടിലിറ്റി ആസ് എ റിസൾട്ട് ഓഫ് ടാക്സ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ടാക്സ് പെയർ. അതായത് an individual with higher income will have to pay more as tax than those persons with lower income. അതായത് കൂടുതൽ ഇൻകം കിട്ടുന്ന ആൾ കൂടുതൽ ടാക്സ് കൊടുക്കണം. ആരേക്കാൾ? ലോവർ ഇൻകം കിട്ടുന്ന ആളിനേക്കാൾ കൂടുതൽ ടാക്സ് ആര് കൊടുക്കണം? ഹയർ ഇൻകം പേഴ്സൺസ് കൊടുക്കണം. പക്ഷേ ദ റേഷ്യോ ഓഫ് സാക്രിഫൈസ് ടു ദ ഇൻകം വിൽ ബി ദ സെയിം ഫോർ ഓൾ ടാക്സ് പേയേഴ്സ്. പക്ഷേ ഓരോരുത്തരുടെയും എന്തിൻ്റെ റേഷ്യോ, മൊത്തം ഇൻകവും സാക്രിഫൈസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് ഇൻഡിവിജ്വൽ എയുടെ സാക്രിഫൈസിൻ്റെയും അയാളുടെ ഇൻകവും തമ്മിലുള്ള റേഷ്യോയും ഇൻഡിവിജ്വൽ ബിയുടെ സാക്രിഫൈസ് അല്ലെങ്കിൽ ലോസ് ഓഫ് യൂട്ടിലിറ്റിയുടെയും അയാളുടെ ഇൻകവും തമ്മിലുള്ള ആ റേഷ്യോ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് സാക്രിഫൈസ് ടു ഇൻകം വിൽ ബി സെയിം ഫോർ ഓൾ ടാക്സ് പേയേഴ്സ്. എല്ലാ ടാക്സ് പേയേഴ്സിൻ്റെയും സാക്രിഫൈസ് ഇൻകം റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന, അയാൾ ടാക്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാക്രിഫൈസ് ഡിവൈഡഡ് ബൈ ഇൻകം, അയാളുടെ ഇൻകം ഈസ് ഈക്വൽ ടു സാക്രിഫൈസ് മെയ്ഡ് ബൈ പേഴ്സൺ ബി ഡിവൈഡ് ബൈ ഇൻകം ഓഫ് പേഴ്സൺ ബി. ബി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻകം ലോവർ ഇൻകം പേഴ്സൺ ആണെങ്കിൽ പോലും അയാളുടെ സാക്രിഫൈസും ഇൻകത്തിൽ നിന്നുണ്ടാകുന്ന അയാളുടെ സാക്രിഫൈസും ഹയർ ഇൻകം പേഴ്സണായ എയുടെ ഇൻകത്തിൽ നിന്ന് ടാക്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ സാക്രിഫൈസും, സാക്രിഫൈസ് മെയ്ഡ് ബൈ എ ഡിവൈഡ് ബൈ ഇൻകം ഈസ് ഈക്വൽ ടു സാക്രിഫൈസ് മെയ്ഡ് ബൈ ബി ഡിവൈഡ് ബൈ ഇൻകം ഓഫ് ബി. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് എന്താണ്, ലോസ് ഓഫ് യൂട്ടിലിറ്റി ആസ് എ
ആസ് എ റിസൾട്ട് ഓഫ് ടാക്സേഷൻ ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ടാക്സ് പെയർ. ഓരോ ടാക്സ് പേയേഴ്സിൻ്റെയും മൊത്തം ഇൻകവും അല്ലെങ്കിൽ അവരുടെ മൊത്തം ഇൻകവും അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന ലോസ് ഓഫ് യൂട്ടിലിറ്റി, ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലോസ് ഓഫ് യൂട്ടിലിറ്റിയും സെയിം ആയിരിക്കണമെന്നാണ് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് പറയാനുള്ളത്. അതായത് the real burden of taxpayer should be proportionate to the economic welfare which he derives from income. അതായത് ഒരു വ്യക്തിക്ക് ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബേർഡൻ അല്ലെങ്കിൽ ഭാരം ദാറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ് ടു ദ ഇക്കണോമിക് വെൽഫെയർ വിച്ച് ഹി ഡിറൈവ്സ് ഫ്രം ഇൻകം. അതായത് അയാളുടെ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന വെൽഫെയറും അല്ലെങ്കിൽ ക്ഷേമവും അയാളുടെ കയ്യിലുള്ള വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന അയാളുടെ ക്ഷേമവും അയാൾക്ക് ടാക്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബേർഡനും തമ്മിൽ പ്രൊപ്പോർഷനേറ്റ് ആയി. ടാക്സ് ബേർഡൻ എന്ന് പറയുന്നത് അയാളുടെ ടാക്സ് ബേർഡൻ എന്ന് പറയുന്നത് എന്തിന് ആനുപാതികമായിരിക്കണം? അയാൾക്ക് അയാളുടെ ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന വെൽഫെയറിന് അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് ആനുപാതികമായിരിക്കണം. അയാൾ ഒരു ഭാഗത്ത് അയാൾക്ക് സാക്രിഫൈസ് ഉണ്ടാകുമ്പോൾ മറ്റേ ഭാഗത്ത് അയാൾക്ക് എന്തുണ്ടാവണം? ഇൻകത്തിൽ നിന്ന് കുറച്ച് വെൽഫെയർ കിട്ടണം. അത് രണ്ടും ആനുപാതികമായിരിക്കണം. അപ്പം സാധാരണ എന്താണ്, ഇൻകം വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി ഇൻകം കുറയും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം വിൽ ഡിക്ലൈൻ. ഇൻകം വർദ്ധിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഏത് ടാക്സേഷൻ ഉപയോഗിക്കാം? പ്രോഗ്രസീവ് ടാക്സേഷൻ. അതായത് ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റ് വർദ്ധിക്കുന്ന ടാക്സേഷനെ നമ്മൾ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രസീവ് ടാക്സേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രിൻസിപ്പിളിൽ നമ്മൾ പറയുന്നത് ഇതിനകത്ത് കുറച്ചുകൂടെ ഈ പ്രിൻസിപ്പിളിൽ ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസിൽ പ്രോഗ്രസീവ് ടാക്സേഷൻ കുറച്ചും കൂടെ ആപ്ലിക്കബിളാണ്. ഇതിനേക്കാൾ ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിളിനേക്കാൾ നമുക്ക് കൂടുതൽ ഈ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രോഗ്രസീവ് ആണെന്ന് പറയാം. ടാക്സേഷൻ കൂടുതൽ പ്രോഗ്രസീവാണ് ഈ പ്രിൻസിപ്പിളിൽ. ഇതിനേക്കാൾ ഈക്വൽ ആബ്സലൂട്ട് പ്രിൻസിപ്പിളിനേക്കാൾ ഈക്വൽ ആബ്സലൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിളിനേക്കാൾ കൂടുതൽ പ്രോഗ്രസീവ് ടാക്സേഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് പ്രിൻസിപ്പിളിലാണ് എന്ന് നമുക്ക് പറയാം. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് സാക്രിഫൈസ് മെയ്ഡ് ബൈ എ ഡിവൈഡ് ബൈ ഇൻകം ഓഫ് എ ഈസ് ഈക്വൽ ടു സാക്രിഫൈസ് മെയ്ഡ് ബൈ ബി ഡിവൈഡ് ബൈ ഇൻകം ഓഫ് ബി. അതായത് റേഷ്യോ ഓഫ് സാക്രിഫൈസ് ടു ദ ഇൻകം വിൽ ബി സെയിം ഫോർ ഓൾ ടാക്സ് പേയേഴ്സ്. എല്ലാ ടാക്സ് പേയേഴ്സിനും സാക്രിഫൈസും ഇൻകവും അവരുടെ സാക്രിഫൈസും ഇൻകവും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കണം. അതാണ് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് പ്രിൻസിപ്പിളാണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിൾ സാക്രിഫൈസ് പ്രിൻസിപ്പിൾ. സോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് ലീസ്റ്റ് ആഗ്രിഗേറ്റ് സാക്രിഫൈസ്. ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട് ലീസ്റ്റ് ആഗ്രിഗേറ്റ് സാക്രിഫൈസ്. ഏറ്റവും കുറഞ്ഞ മൊത്തം സാക്രിഫൈസ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ലീസ്റ്റ് ആഗ്രിഗേറ്റ് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ എന്ന പേരിലും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് പ്രിൻസിപ്പിളിനെ. So according to this principle, total sacrifice made by all the taxpayers should be the lowest. അതായത് എല്ലാ ടാക്സ് പേയേഴ്സിനും കൂടെ ഉണ്ടാകുന്ന മൊത്തം സാക്രിഫൈസ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കണം. According to this principle, the total sacrifice made by all the taxpayers should be the lowest. അതായത് എല്ലാ ടാക്സ് പേയേഴ്സിനും കൂടെ മൊത്തം ഉണ്ടാകുന്ന മൊത്തം സാക്രിഫൈസ് ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കണം, ഏറ്റവും കുറവായിരിക്കണം എന്നാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത്? ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിൾ സാക്രിഫൈസ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ സാക്രിഫൈസ് ഷുഡ് ബി ദ സെയിം. അപ്പോൾ ഓരോരുത്തരുടെയും അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന സാക്രിഫൈസ് സെയിം ആയിരിക്കും. പക്ഷേ എല്ലാവരുടെയും മൊത്തം സാക്രിഫൈസ് നമ്മൾ കൂട്ടുമ്പോൾ അത് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കണം, ഏറ്റവും കുറവായിരിക്കണം. അതായത് ദ ആഗ്രിഗേറ്റ് സാക്രിഫൈസ് ഫോർ ദ ഹോൾ കമ്മ്യൂണിറ്റി, സമൂഹത്തിന് മൊത്തം ഉണ്ടാകുന്ന മൊത്തം സാക്രിഫൈസ് എന്ന് പറയുന്നത് ഷുഡ് ബി ദ ലീസ്റ്റ്, ഏറ്റവും കുറവായിരിക്കണമെന്നാണ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീസ്റ്റ് ആഗ്രിഗേറ്റ് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്ക് ഈക്വൽ ആബ്സലൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് നമുക്ക് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി ദ ഹോൾ ഇൻറ്റു എ. അതായത് എയുടെ യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി, വൈ മൈനസ് ടൈം പീരീഡ്, ഏതെങ്കിലും ഒരു ടൈം പീരീഡിലുണ്ടാകുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി ഓഫ് ബി. അതായത് ബിയുടെ യൂട്ടിലിറ്റിയും എയുടെ യൂട്ടിലിറ്റിയും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ്
ഇൻകത്തിൽ നിന്നുള്ള യൂട്ടിലിറ്റി മൈനസ് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി, ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ അതിനകത്തുണ്ടാകുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആരുടെയാണ്? എയുടെ ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി ഓഫ് ബി. ബിയുടെ യൂട്ടിലിറ്റിയിലുണ്ടാകുന്ന കുറവും ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻകം മൈനസ് യൂട്ടിലിറ്റിയാണ് വൈ മൈനസ് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈക്വൽ ആബ്സൊല്യൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുന്നത്. ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് സാക്രിഫൈസ് എഴുതുന്നത് എങ്ങനെയാണ്? യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി ഡിവൈഡഡ് ബൈ യൂട്ടിലിറ്റി ഓഫ് വൈ ഓഫ് എ. ഓക്കെ, യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി ഡിവൈഡഡ് ബൈ യൂട്ടിലിറ്റി ഓഫ് വൈ ഓഫ് എ ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി ഡിവൈഡ് ബൈ യൂട്ടിലിറ്റി ഓഫ് വൈ ഓഫ് ബി. അതായത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് സാക്രിഫൈസ് മെയ്ഡ് ബൈ എ ഡിവൈഡ് ബൈ ഇൻകം ഓഫ് എ ഇസ് ഈക്വൽ ടു സാക്രിഫൈസ് മെയ്ഡ് ബൈ ബി ഡിവൈഡ് ബൈ ഇൻകം ഓഫ് ബി. അതാണ് നമ്മൾ ഈ രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി, യൂട്ടിലിറ്റി അതായത് സാക്രിഫൈസ് ഡിവൈഡഡ് ബൈ യൂട്ടിലിറ്റി ഓഫ് വൈയുടെ ഇൻകം, യൂട്ടിലിറ്റി ഓഫ് ഇൻകത്തിൽ നിന്നുള്ള യൂട്ടിലിറ്റി ആരുടെയാണ്? എയുടെ ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് യൂട്ടിലിറ്റി ഓഫ് വൈ മൈനസ് ടി, അതായത് ഇൻകത്തിൽ നിന്നുള്ള യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ യൂട്ടിലിറ്റി ഓഫ് വൈ, യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ യൂട്ടിലിറ്റി ഓഫ് ഇൻകത്തിൽ നിന്നുള്ള യൂട്ടിലിറ്റി ആരുടെയാണ്? ബിയുടെ. രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇനി ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഡി യു മീൻസ് മാർജിൻ യൂട്ടിലിറ്റി ആണ്. ഡി യു വൈ മൈനസ് ടി ഡിവൈഡ് ബൈ ഡി ഓഫ് വൈ മൈനസ് ടി ഓഫ് എ. എയുടെ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡി യു ഓഫ് വൈ മൈനസ് ടി ഡിവൈഡ് ബൈ ഡി ഓഫ് വൈ മൈനസ് ടി ഓഫ് ബി. എന്തിൻ്റെയാണ്? ബിയുടെ മാർജിൻ യൂട്ടിലിറ്റിയും ഈക്വൽ ആയിരിക്കണം. അപ്പം എന്താണ്? മാർജിൻ സാക്രിഫൈസ് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിനാണ് ഡി യു പറയുന്നത്. ഡി യു എന്ന് പറഞ്ഞാൽ മാർജിൻ യൂട്ടിലിറ്റി കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിഫറൻസിയേഷൻ പറയുമ്പോൾ ഡോ യു എന്നൊക്കെ പറയുന്ന കണക്ക് ഡി യു വൈ മൈനസ് ടി ഡിവൈഡ് ബൈ ഡി ഇൻറ്റു വൈ മൈനസ് ടി ഓഫ് എ ഇസ് ഈക്വൽ ടു ഡി യു വൈ മൈനസ് ടി ഡിവൈഡ് ബൈ ഡി വൈ മൈനസ് ടി ഓഫ് ബി. ബിയുടെ മാർജിനൽ സാക്രിഫൈസും എയുടെ മാർജിനൽ സാക്രിഫൈസും ഈക്വൽ ആവണം എന്നാണ് ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിൾ പറയുന്നത്. അത് മാത്തമാറ്റിക്കലി നമ്മൾ എഴുതിയതാണ്. ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ രണ്ട് ഫിഗേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ഓഫ് എ ടാക്സ് പെയർ, ലോവർ ഇൻകം ടാക്സ് പെയറുടെയും ഒരു ഹയർ ഇൻകം ടാക്സ് പെയറുടെയും മാർജിൻ യൂട്ടിലിറ്റി കേർവാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം. ലെഫ്റ്റിലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദി ഡയഗ്രാം ഷോസ് എ ലോവർ ഇൻകം ടാക്സ് പെയർസ് കേസ് ആൻഡ് ദ റൈറ്റ് പോർഷൻ ഷോസ് ദ കേസ് ഓഫ് എ ഹയർ ഇൻകം ടാക്സ് പെയർ. അതായത് എച്ച് എന്ന് പറയുന്നത് ഹയർ ഇൻകം ടാക്സ് പെയറുടെ വലത്തെ സൈഡ് ഹയർ ഇൻകം ടാക്സ് പെയറുടെ കേസും ഇടത്തെ സൈഡ് ലോവർ ഇൻകം ടാക്സ് പെയറുടെ കേസുമാണ് നമ്മൾ പറയുന്നത്. MUL എന്ന് പറഞ്ഞാൽ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ലോവർ ഇൻകം പേഴ്സൺ, ലോവർ ഇൻകം ടാക്സ് പെയർ. MUH എന്ന് പറഞ്ഞാൽ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ഹയർ ഇൻകം ടാക്സ് പെയർ. അങ്ങനെ രണ്ട് കേർവ്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ ഡിക്ലൈൻസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് അറ്റ് ഡി എന്ന് പറയുന്ന ഒരു റേറ്റിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടുപേരുടെയും മാർജിൻ യൂട്ടിലിറ്റി, ലോവർ ഇൻകം പേഴ്സൻ്റെയും ഹയർ ഇൻകം പേഴ്സൻ്റെയും മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. മാർജിൻ യൂട്ടിലിറ്റി എൽ എന്ന് പറയുന്ന ലോവർ ഇൻകം പേഴ്സൻ്റെ മാർജിൻ യൂട്ടിലിറ്റി കർവും MULH എന്ന് പറയുന്ന ഹയർ ഇൻകം പേഴ്സൻ്റെ മാർജിൻ യൂട്ടിലിറ്റി കർവാണ്. രണ്ടും ഡി എന്ന് പറയുന്ന റേറ്റിൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് എൽ മീൻസ് ലോവർ ഇൻകം പേഴ്സൻ്റെ ഇൻകം ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് OB ആണെന്നിരിക്കട്ടെ. ബിഫോർ ടാക്സേഷൻ ലോവർ ഇൻകം പേഴ്സൻ്റെ ഇൻകം എന്ന് പറയുന്നത് OB ആണ്. ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് OB. അതേസമയം ഹയർ ഇൻകം പേഴ്സൻ്റെ ടാക്സേഷൻ എന്തിനു മുന്നേ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് OB ഡാഷ് എന്നിരിക്കട്ടെ. അപ്പോൾ ഹയർ ഇൻകം പേഴ്സൻ്റെ ഇൻകം ബിഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് OB ഡാഷും ലോവർ ഇൻകം പേഴ്സൻ്റെ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് OB ആണെന്നിരിക്കട്ടെ. ഓക്കെ അപ്പം ഹയർ ഇൻകം പേഴ്സൻ്റെ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ OB ഡാഷും ലോവർ ഇൻകം പേഴ്സൻ്റെ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് ഇൻകം എന്ന് പറയുന്നത് OBയും ആണെന്നിരിക്കട്ടെ. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് ലോവർ ഇൻകം പേഴ്സൺ ആൻഡ് ഹയർ ഇൻകം പേഴ്സൺ രണ്ടുപേരുടെയും ടോട്ടൽ യൂട്ടിലിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. OBDM ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ലോവർ ഇൻകം പേഴ്സൻ്റെ. ഇവിടെ കാണാൻ പറ്റും OBDM ആണ് ആരുടെ ടോട്ടൽ യൂട്ടിലിറ്റി? ലോവർ ഇൻകം പേഴ്സൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി. OB ഡാഷ് D ഡാഷ് M ഡാഷ് ആണ്
ആരുടെ ടോട്ടൽ യൂട്ടിലിറ്റി? ഹയർ ഇൻകം പേഴ്സൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റിയാണ് ഒ ബി ഡാഷ് ഡി ഡാഷ് എം ഡാഷ് ആണ് ഹയർ ഇൻകം ടാക്സ് പെയറുടെ ടോട്ടൽ യൂട്ടിലിറ്റി. ഈ ലോവർ ഇൻകം ടാക്സ് പെയറുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഒ ബി ഡി എം ആണ്. അപ്പം ഇതാണ് രണ്ടുപേരുടെയും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റവന്യൂ വിച്ച് ഈസ് ഡ്രോൺ ഫ്രം 2 ടാക്സ് പേയേഴ്സ്. ടി എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് രണ്ടുപേരുടെ കയ്യിൽ നിന്നും ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഫലമായി രണ്ടുപേരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടി മീൻസ് ടോട്ടൽ revenue which is received from the 2 taxpayers as a result of revenue collection or as a result of payment of taxation പേയ്മെൻറ്റിൻ്റെ ഫലമായി കിട്ടുന്നത്. നമുക്കിനി മൂന്ന് റൂൾസ് നമുക്കറിയാം. ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് സാക്രിഫൈസ് ഉണ്ട്, പിന്നെ ലാസ്റ്റത്തെ ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിളാണ്. മൂന്ന് റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, നമുക്ക് എങ്ങനെ എത്രത്തോളം റവന്യൂ ആണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം, റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും നോക്കാം. ഒന്ന് ലോവർ ഇൻകം പേഴ്സൺ എന്ന് വെച്ചാൽ അയാളുടെ ഇൻകം ഒ ബി ആണ് അല്ലേ. നമുക്കറിയാം ടാക്സ് പേയ്മെൻറ്റിന് മുമ്പ് അയാളുടെ ഇൻകം എന്ന് വെച്ചാൽ ഒ ബി ആണ്. അപ്പോൾ അയാൾ സി ബി എമൗണ്ട് ഓഫ് ടാക്സ് കൊടുക്കുന്നിരിക്കട്ടെ. നോക്കൂ, അയാളുടെ ഇൻകം ഒ ബി ആണ്, അതിൽ സി ബി ആണ് അയാൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ലോവർ ഇൻകം പേഴ്സൻ്റെ ഇൻകം ടാക്സ് പേയ്മെൻറ്റിന് മുന്നേയുള്ള ഇൻകം എന്ന് പറയുന്നത് ഒ ബി ആണ്. അപ്പോൾ അയാൾ എത്ര കൊടുക്കുന്നു? ടാക്സ് സി ബി ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ സി ബി ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് അയാൾ ടാക്സ്? അതേസമയം ഹയർ ഇൻകം പേഴ്സൻ്റെ ടാക്സ് എന്ന് പറയുന്നത് ഒ ബി ഡാഷ് ആണ് അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. അയാൾ സി ഡാഷ് ബി ഡാഷ് ടാക്സ് കൊടുക്കുന്നു. നോക്കൂ, സി ഡാഷ് ബി ഡാഷ് ആണ് അയാളുടെ ടാക്സ്. അയാളുടെ മൊത്തം ഇൻകം എന്ന് വെച്ചാൽ ഒ ബി ഡാഷ് ആണ് ഇൻകം എന്ന് പറയുന്നത്. അതിൽ സി ഡാഷ് ബി ഡാഷ് ആണ് അയാൾ എന്ത് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നത്. സി ഡാഷ് ബി ഡാഷ് ആണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ സി ബി ആണ് ലോവർ ഇൻകം പേഴ്സൻ്റെ ടാക്സ് എന്ന് വെച്ചാൽ സി ബി, ഹയർ ഇൻകം പേഴ്സൻ്റെ ടാക്സ് എന്ന് വെച്ചാൽ സി ഡാഷ് ബി ഡാഷ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടേണ്ട റവന്യൂ എന്ന് പറയുന്നത്. നീഡഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ സി ഡാഷ് ബി ഡാഷ് പ്ലസ് സി ബി ആണ്. സി ബി എന്ന് പറഞ്ഞാൽ ലോവർ ഇൻകം ടാക്സ് പേഴ്സൺ കൊടുക്കുന്ന ടാക്സ്, സി ഡാഷ് ബി ഡാഷ് ഹയർ ഇൻകം പേഴ്സൻ്റെ ടാക്സ്. അപ്പോൾ സി ബി പ്ലസ് സി ഡാഷ് ബി ഡാഷ് ആണ് നമുക്ക് ആവശ്യമുള്ള നമുക്ക് കിട്ടേണ്ട റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ഇൻകം പേഴ്സൻ്റെ ലോസ് ഓഫ് യൂട്ടിലിറ്റി നമുക്കറിയാം. ആസ് എ റിസൾട്ട് ഓഫ് ടാക്സേഷൻ ലോവർ ഇൻകം പേഴ്സൻ്റെ യൂട്ടിലിറ്റി കുറയും. ടാക്സ് കൊടുക്കുന്നതിന് ഫലമായി അയാളുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് ടാക്സേഷൻ ഓഫ് പേഴ്സൺ എൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് സച്ച് ദാറ്റ്. അപ്പോൾ ഈ ലോസ് ഓഫ് യൂട്ടിലിറ്റി ടാക്സേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലോസ് ഓഫ് യൂട്ടിലിറ്റി എങ്ങനെ ഉണ്ടാവണം? സി ബി ഡി ഇ എന്ന് പറയുന്നത് സി ബി ഡി ഇ എന്ന് പറയുന്നതാണ് ലോസ് ഓഫ് യൂട്ടിലിറ്റി. അല്ലെങ്കിൽ അതായത് ഒ ബി ആയിരുന്നു അയാളുടെ വരുമാനം എന്ന് പറയുന്നത്, അതിൽ സി ബി ആണ് അയാൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ സി ബി ഡി ഇ എന്ന് പറയുന്ന അയാളുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതും സി ഡാഷ് ബി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് അതും അയാളുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റിയാണ്. ആരുടെ? ഇപ്പോൾ ഹയർ ഇൻകം പേഴ്സൻ്റെ ലോസ് ഓഫ് യൂട്ടിലിറ്റിയാണ് സി ഡാഷ് ബി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആവണം. അപ്പം ഈ ഈക്വൽ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇയാളുടെ ഈ ലോവർ ഇൻകം പേഴ്സൻ്റെ ലോസ് ഓഫ് യൂട്ടിലിറ്റി സി ബി ഡി ഇ എന്ന് പറയുന്നതാണ് അയാളുടെ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ്. ടാക്സ് കൊടുക്കുമ്പോൾ അയാൾ ടാക്സ് കൊടുക്കുമ്പോൾ അയാളുടെ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന കുറവ് സി ബി ഡി ഇ എന്നുള്ളതാണ്. അതേസമയം ഹയർ ഇൻകം പേഴ്സൻ്റെ ലോസ് ഓഫ് യൂട്ടിലിറ്റി സി ഡാഷ് ബി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എന്ന് പറയുന്ന അയാളുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി. അപ്പോൾ ഈ ഈക്വൽ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടുപേരുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി ഈക്വൽ ആവണമെന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇവിടെ സി ഡാഷ് ബി ഡാഷ് നമുക്കറിയാം ദാറ്റ് ഈസ് സി ഡാഷ് ബി ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ സി ബി. സി ബിയേക്കാൾ കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത്? സി ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത്. സി ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും? സി ബിയേക്കാൾ കൂടുതലായിരിക്കും. അതായത് ടാക്സ് ലയബിലിറ്റി കൂടുതലുണ്ടാകുന്ന ആർക്കായിരിക്കും? എച്ചിനായിരിക്കും. അതായത് ഹയർ ഇൻകം പേഴ്സണായിരിക്കും കൂടുതൽ ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ആരേക്കാൾ? ലോവർ ഇൻകം പേഴ്സണേക്കാൾ. പക്ഷേ ലോസ് ഓഫ് സാക്രിഫൈസ് രണ്ടുപേർക്കും ഈക്വലാണ്. അപ്പം അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് ലയബിലിറ്റി ഉള്ളത് ആർക്കാണ്? ഹയർ ഇൻകം പേഴ്സണാണ് ലോവർ ഇൻകം പേഴ്സണേക്കാൾ. അപ്പോൾ പക്ഷേ സാക്രിഫൈസ് രണ്ടുപേർക്കും ഈക്വലാണെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അതാണ് ഈക്വൽ
ആബ്സൊല്യൂട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ സി ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്, സി ബിയേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്, അയാളുടെ ഇൻകം കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ് സി ഡാഷ് ബി ഡാഷ് എന്താണ് ഇതിനേക്കാൾ ഈസ് ഗ്രേറ്റർ ദാൻ സി ബിയേക്കാൾ കൂടുതലാണ്. ടാക്സ് ലയബിലിറ്റി കൂടുതലുണ്ടാകുന്ന ആർക്കാണ്, എച്ചിനാണ്, ഇതിനേക്കാൾ എല്ലിനേക്കാൾ. പക്ഷേ സാക്രിഫൈസ് ഈക്വൽ ആയിരിക്കും എന്നാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത്, ഈക്വൽ ആബ്സൊല്യൂട്ട് പ്രിൻസിപ്പിൾ പറയുന്നത്. ടാക്സ് ലയബിലിറ്റി കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട ഹയർ ഇൻകം പേഴ്സൺ ആണ്, പക്ഷേ രണ്ടുപേരുടെ സാക്രിഫൈസ് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈക്വൽ ആബ്സൊല്യൂട്ട് പ്രിൻസിപ്പിളിൽ പറയുന്നത്, ഈക്വൽ ആബ്സൊല്യൂട്ട് സാക്രിഫൈസ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. രണ്ടാമത് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതിൻ പ്രകാരം എന്താണ്, ഇഫ് ടാക്സ് ബേർഡൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ടാക്സ് ബേർഡൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ഇൻകം പേഴ്സൺസ് വിൽ പേ പി ബി എമൗണ്ട് ഓഫ് ടാക്സ് ആൻഡ് ഹയർ ഇൻകം പി ഡാഷ് ബി ഡാഷ്. ലോവർ ഇൻകം പേഴ്സൺ എന്ന് വെച്ചാൽ പി ബി എമൗണ്ട് ഓഫ് ടാക്സ് കൊടുക്കണം. പി ബി എമൗണ്ട് ഓഫ് ടാക്സ് ആണ് ആര് കൊടുക്കണം, ലോവർ ഇൻകം പേഴ്സൺ. അതേസമയം ഹയർ ഇൻകം പേഴ്സൺ കൊടുക്കുന്നത് പി ഡാഷ് ബി ഡാഷ് എമൗണ്ട് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് പ്രിൻസിപ്പിൾ പ്രകാരം ഈ ലോവർ ഇൻകം പേഴ്സൺ കൊടുക്കേണ്ടത് പി ബി ടാക്സേഷനും ഹയർ ഇൻകം പേഴ്സൺ പി ഡാഷ് ബി ഡാഷ് ടാക്സേഷനുമാണ് കൊടുക്കേണ്ടത് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച്. അതായത് ലോവർ ഇൻകം പേഴ്സൺ പി ബി എമൗണ്ട് ഓഫ് ടാക്സും ഹയർ ഇൻകം പേഴ്സൺ പി ഡാഷ് ബി ഡാഷ് എമൗണ്ട് ഓഫ് ടാക്സും കൊടുക്കുന്നു. അതായത് റവന്യൂ മൊത്തം കിട്ടേണ്ട റവന്യൂ, ഗവൺമെൻറ് കിട്ടുന്ന റവന്യൂ എന്ന് വെച്ചാൽ പി ബി പ്ലസ് പി ഡാഷ് ബി ഡാഷ് ആണ് മൊത്തം അവർക്ക് കിട്ടേണ്ട റവന്യൂ. പി ബിയും പി ഡാഷ് ബി ഡാഷുമാണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സ് എന്ന് പറയാൻ രണ്ടുപേരുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ലോസ് ഓഫ് യൂട്ടിലിറ്റി, ആർക്ക് എല്ലിനുണ്ടാകുന്ന ലോസ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പി ബി ഡി കെ ആണ്. പി ബി ഡി കെ ഡിവൈഡഡ് ബൈ സി ബി ഡി ഇ ആണ്. ഒ ബി ഡി എം ആണ് അയാളുടെ മൊത്തം ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അയാളുടെ മൊത്തം ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഒ ബി ഡി എം ആണ്. അപ്പോൾ ഇയാളുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി എയുടെ അല്ലെങ്കിൽ ലോവർ ഇൻകം പേഴ്സൻ്റെ ലോസ് ഓഫ് യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ പി ബി ഡി കെ. നോക്കൂ, പി ബി ഡി കെ ആണ് അയാളുടെ മൊത്തം യൂട്ടിലിറ്റി ഉണ്ടാകുന്ന കുറവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒ ബി ഡി എം ആണ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ആരുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ, അതായത് പി ഡാഷ് ബി ഡാഷ് ഡി ഡാഷ് കെ ഡാഷ് ആണ് ആരുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ലോസ് ഓഫ് യൂട്ടിലിറ്റി ഓഫ് എച്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഡിവൈഡഡ് ബൈ ഒ ബി ഡാഷ് ഡി ഡാഷ് എം ഡാഷ് ആണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. നോക്കൂ, പി ഡാഷ് ബി ഡാഷ് ഡി ഡാഷ് കെ ഡാഷ് എന്ന് പറയുന്നതാണ് അയാളുടെ ലോസ് ഓഫ് യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ യൂട്ടിലിറ്റി ഒ ബി ഡാഷ് ഡി ഡാഷ് എം ഡാഷ്. എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആവണം. അപ്പോൾ പി ബി ഡി കെ ഡിവൈഡ് ബൈ ഒ ബി ഡി എം ഈസ് ഈക്വൽ ടു പി ഡാഷ് ബി ഡാഷ് ഡി ഡാഷ് കെ ഡാഷ് ഡിവൈഡഡ് ബൈ ഒ ബി ഡാഷ് ഡി ഡാഷ് എം ഡാഷ് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മുടെ ടാക്സേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ പി ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ പി ബി. പി ബിയേക്കാൾ കൂടുതലാണ് ഏതെന്ന് പറയുന്നത് പി ഡാഷ് ബി ഡാഷ്. കാരണം ഹയർ ഇൻകം പേഴ്സണാണ്, അതായത് ഹയർ ഇൻകം പേഴ്സണാണ് കൂടുതൽ ഇൻകം ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ ടാക്സ് ലയബിലിറ്റി ആർക്കാണുള്ളത്, ഹയർ ഇൻകം പേഴ്സൺ കൂടുതൽ. അതുകൊണ്ട് പി ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഏതിനേക്കാൾ കൂടുതലായിരിക്കും, പി ബിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ഈസ് ഡിക്ലൈനിങ്, ദിസ് പ്രിൻസിപ്പിൾ വിൽ ലീഡ് ടു പ്രോഗ്രസീവ് ടാക്സേഷൻ. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം കുറയുകയാണെങ്കിൽ, അതായത് ഇൻകം കൂടുന്നതോറും മാർജിനൽ യൂട്ടിലിറ്റി കുറയുകയാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ എന്തിലേക്ക് നയിക്കും, പ്രോഗ്രസീവ് ടാക്സേഷനിലേക്ക് നയിക്കും. അതാണ് ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിളാണ്. അപ്പോൾ മാർജിനൽ പ്രിൻസിപ്പിളിൻ്റെ പ്രകാരം ഇവിടെ ലോവർ ഇൻകം പേഴ്സൺ എന്ന് വെച്ചാൽ എഫ് ബി ടാക്സസ് കൊടുക്കും. എഫ് ബി ഈസ് ദ ടാക്സ് വിച്ച് ഈസ് പെയ്ഡ് ബൈ ലോവർ ഇൻകം പേഴ്സൺ ആൻഡ് എഫ് dash b dash will be the tax which is paid by f dash b dash will be the tax which is paid by higher income person. ഹയർ ഇൻകം പേഴ്സൺ കൊടുക്കേണ്ട ടാക്സ് എഫ് ഡാഷ് ബി ഡാഷ്. ലോവർ ഇൻകം പേഴ്സണ് എഫ് ബിയും ഹയർ ഇൻകം പേഴ്സണ് എഫ് ഡാഷ് ബി ഡാഷുമാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഈ റവന്യൂ എന്ന് പറഞ്ഞത് എഫ് ബി പ്ലസ് എഫ് ഡാഷ് ബി ഡാഷ് ആണ്. എഫ് ബിയും എഫ് ഡാഷ് ബി ഡാഷ് കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റവന്യൂ വെച്ചാൽ എഫ് ബി പ്ലസ് എഫ് ഡാഷ് ബി ഡാഷ് ആണ്, അതായത് ടോട്ടൽ റവന്യൂ.
അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ടോട്ടൽ സാക്രിഫൈസ് ഫോർ ബോത്ത് ഷുഡ് ബി മിനിമം. അപ്പോൾ ഈ മൊത്തം എത്ര ടാക്സ് പേയേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും ടോട്ടൽ സാക്രിഫൈസ് മിനിമം ആയിരിക്കണമെന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഈക്വൽ മാർജിനൽ പ്രിൻസിപ്പിൾ പ്രകാരം ടോട്ടൽ സാക്രിഫൈസ് ഫോർ ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി ഷുഡ് ബി മിനിമം. അപ്പം ഈ ടാക്സ് പേയ്മെൻറ്റിന് ശേഷം രണ്ടുപേരുടെയും ഇൻകം ഈക്വലാണ്. അതായത് രണ്ടുപേരുടെയും ഇൻകം എന്ന് വെച്ചാൽ OF എന്ന് പറയുന്നത് ടാക്സ് പേയ്മെൻറ്റിന് ശേഷം അവരുടെ ഇൻകം, ഒരാളുടെ ഇൻകം എന്ന് വെച്ചാൽ OF ആണ്. FB ആണ് ടാക്സ്, ബാക്കി OF. മറ്റേയാളുടെ F'B' കഴിഞ്ഞാൽ OF ആണ്. അപ്പോൾ ഈ OFഉം OF' ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. OFഉം OF' ടാക്സ് പേയ്മെൻറ്റിന് ശേഷമുള്ള ഇൻകം ആണ്. ആ ടാക്സ് പേയ്മെൻറ്റിന് ശേഷമുള്ള രണ്ടുപേരുടെയും ഇൻകം എന്താണ്, ആഫ്റ്റർ ടാക്സ് ഇൻകംസ് ഓഫ് ബോത്ത് ദ ടാക്സ് പേയേഴ്സ് ആർ ഈക്വലൈസ്. ടാക്സ് കൊടുത്തതിന് ശേഷം രണ്ടുപേരുടെ ഇൻകം ഈക്വൽ ആകുന്നു. അപ്പോൾ അതായത് ടോട്ടൽ സാക്രിഫൈസ് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും, ഏറ്റവും കുറവായിരിക്കും. അതായത് ഇവിടെ അവരുടെ ടോട്ടൽ സാക്രിഫൈസ് എന്ന് വെച്ചാൽ FBDG എന്ന്, FBDG ആണ് ഇവിടുത്തെ സാക്രിഫൈസ്. അതുപോലെ F'B', D'G' എന്ന് പറയുന്നതാണ് Hൻ്റെ സാക്രിഫൈസ്. അപ്പോൾ ഏറ്റവും മിനിമം ആവുന്നുണ്ട്. ഇവിടെ രണ്ടുപേരുടെയും സാക്രിഫൈസ് ഏറ്റവും കുറവുണ്ട്. അതായത് Lൻ്റെയും Hൻ്റെയും കൂടെ സാക്രിഫൈസ് നമ്മൾ ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെയും സാക്രിഫൈസ് ഏറ്റവും കുറവാണ്. FBDG പ്ലസ് F'B', D'G' എന്ന് പറയുന്നത് ഏറ്റവും കുറവാണെന്നാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മാർജിനൽ സാക്രിഫൈസ് ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്നത്, അതായത് രണ്ടുപേരുടെയും കൂടെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ രണ്ടുപേരുണ്ടെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ ആ രണ്ടുപേരുടെയും സാക്രിഫൈസ് ലീസ്റ്റ് ഏറ്റവും കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയാനുള്ളത്. കേൾക്കുക, കേട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.